കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് +2 സേ ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് വേണ്ടിയുള്ളൊരു മാത്സിൻ്റെ ക്ലാസ്സാണ്. കുട്ടികൾക്ക് ഒത്തിരി പേർക്ക് ഇപ്പോഴും മാത്സ് ഇങ്ങനെ പ്രശ്നമാണെന്നാണ് എന്നെ വിളിച്ച് പറയുന്നവരെല്ലാം പറയുന്നത്. എനിക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എങ്ങനെ പഠിച്ചാലാണ് ജയിക്കുന്നത്? മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾക്കിപ്പോൾ ജയിക്കണമെന്ന് അതിയായ ഒരു ആഗ്രഹം കാണുന്നുണ്ട്. പക്ഷേ അവർക്കിത് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ എവിടുന്ന് പഠിക്കണം, ഏത് പഠിച്ചാലാണ്? കാരണം ഒത്തിരി ഇനിയൊന്നും പഠിക്കാൻ പറ്റത്തുമില്ല. ഏതാ ഭയങ്കരമായിട്ടങ്ങ് പഠിച്ച് അതിനൊന്നുള്ള സമയമില്ല, മാനസികാവസ്ഥ അതിനുള്ളതല്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിച്ചുകൊണ്ട് പോയി പരീക്ഷയ്ക്ക് അതെത്തി അത് നിങ്ങൾ എഴുതുകയും ജയിക്കുകയും വേണം. ആ രീതിക്കൂടെ തന്നെ വേണം പഠിക്കാൻ. അതിനുള്ള രീതിക്കുള്ള നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. അതേപോലത്തെയുള്ള ക്ലാസ്സുകൾ ഇപ്പോഴല്ല, നമ്മൾ 2-3 വർഷം മുമ്പേ അത് തുടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. ആ രീതിക്കുള്ള ക്ലാസ് കൂടുതൽ നല്ല പരിചയമുള്ളതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയെയും ജയിപ്പിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ട്. ആ രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്ന് ജയിപ്പിച്ചിരിക്കും. ഓക്കെ, ഇത് മാത്സ് മാത്രമല്ല, ഫിസിക്സും ഉണ്ട്, കെമിസ്ട്രിയും ഉണ്ട്. 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. അത് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സാപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കൺസ്ട്രക്റ്റ് എന്നാണ് കേട്ടോ. കൺസ്ട്രക്റ്റ് എ 2x2 മെട്രിക്സ്. ഒരു 2x2 മെട്രിക്സിനെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളം ഉള്ളത് എന്ന് പറഞ്ഞാൽ 4x4 പേര്. അതിൽ കൂടുതൽ ഇപ്പോൾ ചോദിക്കാറില്ല. 3x3 ചോദിക്കത്തില്ല, 2x2 ചോദിക്കത്തുള്ളൂ. കൺസ്ട്രക്റ്റ് 2x2 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തരും കേട്ടോ. Aij = 3i - 2j. ഇതാണ് നമ്മുടെ ഫോർമുല. അവരിങ്ങനെ തരും, അല്ലാതെ നമ്മളിത് കണ്ടുപിടിക്കേണ്ട. അവർ തരും. ചിലപ്പോൾ ഇത് 3i - 2j എന്നായിരിക്കും, അല്ലെങ്കിൽ 3i + 2j എന്നായിരിക്കും, അല്ലെങ്കിൽ 2i + j എന്നായിരിക്കും, ചിലപ്പോൾ i + j ² എന്തെങ്കിലുമൊക്കെ. അതൊന്നൊരു വിഷയമല്ല, അതൊന്നൊരു പ്രശ്നമാകണ്ട. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ അങ്ങോട്ട് ഫോം ചെയ്യണം. 2x2 ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ച് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളൊരു ഏത് ഓർഡർ, ഇത് റോയും ഇത് കോളമാണ് കേട്ടോ. ആദ്യത്തെ നമ്പർ റോയും, രണ്ടാമത്തെ ഇത് 2 ഈക്വലാണ്. റോയും കോളവും ഈക്വലാണ്. 2 റോ 2 കോളം, ആക്ച്വലി 4 പേർ. നിങ്ങൾ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. A11 മറന്നു പോവല്ലേ, A11. അടുത്ത ഇവിടെയാണ് എഴുതേണ്ടത് A12. അടുത്ത ഇനി ഒരാളുടെ എഴുതുവാണെങ്കിൽ A13 പോവല്ലേ. നമുക്ക് 2 റോയും 2 കോളം ആകാൻ പാടുള്ളൂ. ഇപ്പോൾ 2x2 ആകുമ്പോൾ ഈ നമ്പർ 2 ആയതുകൊണ്ട് A12 കൊണ്ടുവന്ന് നിർത്തണം. ഓക്കെ, രണ്ടാമത്തെ അടുത്തത് A21 A22. അപ്പോൾ ഇത് A11, ഇത് A12. അടുത്ത് തുടങ്ങുമ്പോൾ A21, അടുത്ത എത്ര A22. 4 പേരായി. 1 2 3 4, 2 റോ 2 കോളം. കറക്റ്റ് ആയല്ലോ. ഇനി ഓരോരുത്തരും ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പോവാണേ. A11 രണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ ഇവിടെ വരേണ്ട ആൻസർ A11 എന്ന് പറയുമ്പോൾ ഐക്കും 1 ആണ്, ജെയ്ക്കും 1 ആണ്. ഈ 11 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ ഐയുടേതും രണ്ടാമത്തെ നമ്പർ ജെയുടേതുമാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 3 × 1 - 2 × 1. ഈ ഐക്ക് 1, ഈ ജെയ്ക്ക് 1. അപ്പോൾ 3 × 1 - 2 × 1. ആൻസർ 3 - 2 1. ഓക്കെ ആയല്ലോ. അടുത്ത A12 എന്ന് പറയുമ്പോൾ ഇത് ഐയാ, ഇത് ജെയാ. അപ്പോൾ ഈ ഐക്ക് 1, ജെയ്ക്ക് 2. അപ്പോൾ 3 × 1 - 2 × 2. ഓക്കെ, ആൻസർ വരുമ്പോൾ 3 - 4 - 1. ഓക്കെ, അതായി. അടുത്തത് A21. A21 എന്ന് പറയുമ്പോൾ ഐക്ക് 2, ജെയ്ക്ക് 1. ഇവിടെ കൊടുക്കാൻ പോകണം ഐക്ക് 2, ജെയ്ക്ക് 1. അപ്പോൾ 3 × 2 - 2 × 1. ഓക്കെ, 3 × 2 - 2 × 1. ആൻസർ 6 - 2 4. ഇവിടെ ലാസ്റ്റിൽ A22 ഐ × 2 ജെ × 2 അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഐക്കും 2, ജെയ്ക്കും 2. അപ്പോൾ 3 × 2 6 - 2 × 2 4. 6 - 4 2. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതൊരു സാമ്പിൾ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ പതുക്കെ പഠിച്ച് മനസ്സിലാക്കി വേണം പോകാൻ. പരീക്ഷയ്ക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് എഴുതുന്നുള്ള ബോധത്തോട് വേണം പഠിക്കാൻ. അല്ലാതെ ക്ലാസ്സിലിരുന്ന് എഴുതുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എഴുതും. അതൊന്നും ഒരു പഠിത്തമല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് എത്തുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ് എഴുതുന്നത്, ഒറ്റയ്ക്കാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൂടെ പ്രാക്ടീസ് കിട്ടണം, തെറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ തെറ്റുന്നത് ആദ്യമൊക്കെ, പിന്നെ ശരിയാക്കി എടുത്തിട്ടേ ആ പ്രോബ്ലത്തിനെ വിടാൻ പാടുള്ളൂ. നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതെന്ന് പറയും, അവനെ വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങോട്ട് പഠിക്കുക. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഇതേപോലെ ആവശ്യമുള്ളവരോട് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.